ഇപ്പോൾ ഒരു സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പോൾ പ്രൊമോഷൻ വെച്ചിട്ട് ഞാനിപ്പോൾ ആക്ച്വലി IG-യുടെ പൊസിഷനിലെത്തി. എല്ലാ വേഷം ഞാൻ അപ്പോൾ ഈ ആഴ്ചയും വന്നു ഒരു പോലീസ് വേഷം തന്നെ. അപ്പോൾ അവർ ആദ്യമേ പറയിച്ചേട്ടാ ഡിഫറെൻറ്റ് ക്യാരക്ടറാണ്, നമ്മളത് DSP ആണെന്ന് പറയും. ആദ്യമായിട്ട് മലയാള സിനിമയിൽ സ്പോട്ട് എഡിറ്റിംഗ് കൊണ്ടുവന്ന ആളാണ് ഡോണേട്ടൻ. പുള്ളിയുടെ കട്ട്സ് ഇപ്പം ഒരു റീലിൽ തന്നെ ഏകദേശം 1500 കട്ട്സ് ഉണ്ടെന്നാണ് ഞാൻ കേട്ടത്. ഇവിടുത്തെ മീറ്റ് സ്റ്റോളിൽ പോലെ ഇത്രയും കട്ടിങ് ഉണ്ടാവില്ല, അത്രയും ഇറച്ചി വെട്ടുകാർ പോലും ഇതുപോലെ വെട്ടിയിട്ടില്ല. കട്ട് ചെയ്ത് ഇതാക്കിയിട്ടുണ്ട്. ഇരുന്നിരിപ്പിന് എത്ര സിനിമകളുടെ ട്രെയിലർ കെട്ടിയണമെന്ന് അപ്പൊ പുറത്തിറങ്ങാൻ സമയം കിട്ടുന്നുണ്ടാവില്ല. ഒരു ദിവസം വെയിൽ കൊണ്ട് തലയിറങ്ങി വീണ്, ആദ്യമായിട്ട് വെയിൽ കൊണ്ടിട്ട്. ഓ രാജേട്ടാ, രാജേട്ടൻ ഒരു കഥ എഴുതുന്നുണ്ട്, മറ്റേ മുണ്ടൂർ മാടന്റെ കഥ. അത് ഒറിജിനലി കഥയായിട്ട് എഴുതണം. സച്ചേട്ടനോട് സംസാരിക്കുകയും സച്ചേട്ടൻ അത് ആക്സെപ്റ്റ് ചെയ്യുകയും നമുക്ക് ഈ പണം ചെയ്യാം, വേറെ എവിടെയും ആരോടും പറയണ്ട എന്ന് പറയും. അതിനുശേഷം പിന്നെ ഒരു മീറ്റിങ്ങിന് എന്നെ വിളിച്ചു, ഞാൻ എടുത്തോട്ടെ ഈ പടത്തിന് യൂസ് ചെയ്യാം, ഒരു കഥയുണ്ട്, ഇതിനകത്തൊരു കഥയുണ്ട്, ആ കഥ അതിലേക്ക് പ്ലേസ് ചെയ്തിട്ടാണ്. ഏതെങ്കിലും സിനിമ കൈ കിട്ടിയിട്ടേ ഇതിൻ്റെ അകത്ത് ഇതെല്ലാം നല്ലതാണുള്ളത്, എങ്ങനെ ഇത് കട്ട് ചെയ്ത് കുറയ്ക്കും എന്ന് പെട്ടുപോയ സിനിമകളുണ്ടോ? ഹലോ ആക്ച്വലി എനിക്ക് ഹലോയിൽ ഒരുപാട് പോർഷൻസ് കളഞ്ഞിട്ടുണ്ട്. ഒരു 30-40 എങ്കിലും പെർസെൻറ്റേജ് എങ്കിലും കട്ട് ചെയ്തിട്ടുണ്ട്. മുഴുവനായിട്ട് കട്ട് ചെയ്ത് കളയണം തോന്നിയ സിനിമകളും ശരിക്കും വന്നിട്ടുണ്ട്. ഈ കട്ട് ചെയ്ത് ദൂരെ കിട്ടും. മലയാളത്തിലെ ആദ്യത്തെ ഡാർക്ക് വെബ് ത്രില്ലർ, ആ സിനിമയുടെ പ്രൊമോഷനാണ് നമ്മൾ ഇരിക്കുന്നത്. ലൈറ്റ്സ് ക്യാമറ ടോക്കിലേക്ക്. ലെറ്റ് മീ വെൽക്കം ടീം ആറ്റ്. വെൽക്കം. താങ്ക് യു. ആദ്യം അത് ഡീകോഡ് ചെയ്യണം. മലയാളത്തിലെ ആദ്യത്തെ ഡാർക്ക് വെബ് ത്രില്ലർ എന്താണ് സാധനം? ഡാർക്ക് വെബ് ത്രില്ലർ അത് പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞിട്ട് മനസ്സിലായില്ല. ഡാർക്ക് വെബ് മനസ്സിലായല്ലോ. ഒന്നും കൂടെ ലൈറ്റ് ആയിട്ട് പറഞ്ഞുതരാൻ പറ്റുമോ? അതായത് ഉത്തമ പറഞ്ഞു. ഞാൻ ഇപ്പൊ പറയുന്ന വിചാരിച്ചിരിക്കണം, പറയില്ലേ ഷാജേട്ടാ? ഓക്കെ, ഷാജേട്ടിന് കിട്ടിയ ഔട്ട്ലൈൻ എന്തായിരുന്നു? ഡാർക്ക് വെബിന്റെ പശ്ചാത്തലത്തിൽ ത്രില്ലർ ജോണറിൽ എടുക്കുന്ന ഒരു സിനിമ. അതാണ് എനിക്ക് കിട്ടിയ ആദ്യത്തെ പിക്ചർ. ഡാർക്ക് വെബ് എന്താണെന്ന് എൻ്റെ ക്യാരക്ടർ അന്വേഷിക്കുന്നില്ല. ഞാൻ ആ സിനിമയിലെ കഥയുടെ പശ്ചാത്തലം ആണ് ഡാർക്ക് വെബ്. ആക്ച്വലി ഡാർക്ക് വെബ് എന്താണെന്ന് വിശദീകരിക്കുന്ന ഡോക്യുമെന്ററി അല്ല ഈ സിനിമ. ഞാൻ ചോദിച്ചത് എനിക്ക് ജോണർ എന്താണെന്ന് മനസ്സിലാവാനാണ്. അങ്ങനെ ഒരു സൈറ്റ് ഉണ്ട് എന്ന് പറയുന്നത് വിശ്വസിക്കുന്നു. പോട്ടെ, ആ ചോദ്യം ക്യാൻസൽഡ്. ബാക്കി അടുത്തതിലേക്ക് വരാം. അതിന്റെ സെക്കൻഡ് സ്റ്റെപ്പ് എന്തായിരുന്നു? ഞങ്ങളെല്ലാവരും ഒരുപോലെ പറഞ്ഞൊരു കാര്യമുണ്ട്. ട്രെയിലർ കണ്ടു, യു ലുക്ക് ഫണ്ടാസ്റ്റിക്, ബ്ലാസ്റ്റിക്, നല്ല രസമുണ്ട് കാണാൻ. ലുക്ക് ആയിട്ട് ലുക്ക് ഉണ്ട്, ഭയങ്കര രസമുണ്ട്. സിനിമ കൂടെ ഒന്ന് രക്ഷപ്പെട്ടാൽ സിനിമയാണ് നമുക്ക് വേണ്ടത്. പക്ഷെ ആക്ച്വലി ഈ പറയുന്ന രീതിയിൽ അതിലേക്ക് എത്തിക്കാനുള്ള ഒരു ഓട്ടത്തിലാണ്. ഡാർക്ക് വെബ് എന്താണെന്ന് പറഞ്ഞു കൊടുക്കുക. കുഞ്ഞ് കുറേ നേരം ചോദിച്ചു. ഡാർക്ക് വെബ് എന്താണെന്നല്ല, ഡാർക്ക് വെബ് ത്രില്ലർ എന്നുള്ള ജോണർ എന്താണെന്ന് അതല്ലേ അങ്ങനെ ചോദിച്ചത്. അതൊരു മിസ്റ്റീരി എന്താ ആക്ച്വലി, അതെന്താണ് ഇത് മറ്റേ എന്താണ് ആ സാധനം എനിക്ക് മനസ്സിലായില്ല. നമ്മൾ ജോണർ ആക്ച്വലി ആക്ഷൻ ത്രില്ലർ ആണ്. നമ്മൾ ഡാർക്ക് വെബ് ത്രില്ലർ എന്ന് പറഞ്ഞതായിട്ട് എനിക്കറിയില്ല. സിനിമ ബേസ് ചെയ്യുന്നത് ഡാർക്ക് വെബിനെ. പോസ്റ്ററിലുണ്ട് മലയാളത്തിൽ ആദ്യത്തെ ഡാർക്ക് വെബ് ത്രില്ലർ. അങ്ങനല്ല, നമ്മൾ ആക്ച്വലി ഡാർക്ക് വെബിൻ്റെ ഒരു നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ആക്ച്വലി ഇത് ഡാർക്ക് വെബ് ബേസ് ചെയ്തിട്ടാണ്. നമ്മൾ സൈബർ ക്രൈം അത് ബേസ് ചെയ്തിട്ടുള്ള ഫിലിംസ് വന്നിട്ടുണ്ട് ഓൾറെഡി. ഇപ്പം ഓപ്പറേഷൻ ജാവ ആ ഒരു ജോണറിലുള്ള ഫിലിമാണ്. അപ്പോൾ ഡാർക്ക് വെബിൽ എന്താണെന്നുള്ളത് ഒരു മെജോറിറ്റി ആൾക്കാർക്ക് അറിയില്ല. യൂത്തിന് അറിയാമായിരിക്കും ഓഫ് കോഴ്സ്. ഒരു എബോവ് 30 അല്ലെ 35 ഉള്ളവർക്ക് ഒരു കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു സംഭവമാണ് ഈ ഡാർക്ക് വെബ് എന്താണെന്നുള്ളത്. ചിലപ്പോൾ അതിൻ്റെ ബേസിക് ഇതെന്താണെന്ന് അറിയുമായിരിക്കും. അപ്പോൾ അതിൽ നമ്മൾ ഇൻഡെപ്തായിട്ട് ചെയ്തിട്ട് ചെന്ന് അതെങ്ങനെ നമുക്ക് നമ്മുടെ ഓഡിയൻസിന് പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളൊരു ട്രൈ ആണ് ഈ ഫിലിം. അപ്പോൾ അത് ഈ ഡാർക്ക് വെബ് ത്രില്ലർ നമ്മൾ ഉദ്ദേശിക്കുന്നതിനകത്ത് ആക്ച്വലി ഇതിനകത്ത് ഓരോ എലമെൻറ്റ്സ്, ഇപ്പോൾ ഡാർക്ക് വെബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇതിനകത്തൊരു ഒരുപാട് ക്രൈംസ് നടക്കുന്ന ഒരു ഇതാണെന്ന് അറിയാമല്ലോ. അപ്പോൾ അതിൽ നമുക്ക് എല്ലാ ക്രൈംസും പറയാൻ പറ്റില്ല.
എന്താ ഷാജി അല്ലല്ല നീ ചോദിച്ച ഇപ്പോഴും കൺഫ്യൂഷൻ കിടക്കുന്നുണ്ട്. അതുണ്ട്. ഡാർക്ക് വെബ് എന്താണെന്നാണോ ചോദിക്കുന്നത്, അല്ലെങ്കിൽ ഈ ത്രില്ലർ അതുമായിട്ട് ബന്ധമുള്ള? ആ ജോണർ കൊണ്ട് എന്താ അത്? മലയാളത്തിൽ ആദ്യത്തെ എന്ന് പറയുമ്പോൾ ഇട്ട് സ്പെസിഫിക് നോ, അപ്പൊ അതെന്താ സാധനം? അതെ, അതിലേക്കാണ് വരുന്നത്. ആക്ച്വലി നമ്മളിപ്പോൾ ഇതിൽ തന്നെ ടൈപ്പ് ഓഫ് ക്രൈംസ് ഉണ്ട്. ഞാൻ ഇവിടെ ഉണ്ടല്ലോ. ടൈപ്പ് ഓഫ് ക്രൈംസ് ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ അത് ഡ്രഗ്സ് ഉണ്ടാകാം അതിനകത്ത്, അതുപോലെ തന്നെ റെഡ് റൂംസ്, വെപ്പൺ ട്രേഡിങ്, അല്ലെങ്കിൽ ഓർഗൻ ട്രേഡിങ്, അങ്ങനത്തെ ഒരുപാട് സെഗ്മെൻ്റ് ഉള്ള ഇത് ആക്ച്വലി ഇത് നമുക്ക് പല ഇൻഫർമേഷൻസും നമുക്ക് നെറ്റിൽ നിന്നുള്ള അറിവാണ്. ആക്ച്വലി നമുക്ക് ഒരിക്കലും പോയിട്ട് നമുക്ക് ഇതിനകത്ത് ഇതുണ്ടോയെന്ന് നോക്കാൻ റിയൽ ലൈഫ് അന്വേഷിക്കൽ നടക്കില്ല. അപ്പം കുറച്ച് നമുക്ക് അതിനകത്ത് ഫിക്ഷൻ നമ്മൾ തീർച്ചയായിട്ടും ഇതിനകത്ത് ചേർക്കണം ഇങ്ങനെ സബ്ജക്റ്റ് ചെയ്യുമ്പോഴത്തേക്കും. അത് ഞങ്ങളിതൊരു 3 yearsൻ്റെ പ്രോസസ്സാണ്. ഇപ്പോൾ ഇത് 3ാമത്തെ വർഷമാണ് ഈ മൂവി റിലീസ് ആകാൻ പോകുന്നത്. അപ്പോൾ 3 years മുമ്പ് ഈ ഡാർക്ക് വെബ് അത്ര പ്രചാരത്തിലല്ല. മീൻസ് നമുക്കിവിടെ ഉണ്ട്, മീൻസ് കേരളത്തിൽ അല്ല ഇന്ത്യയിൽ അതിൻ്റെ ക്രൈംസ് കുറവായിരുന്നു അത് റിലേറ്റഡ് ആയിട്ടുള്ള. ഇപ്പോൾ ആ സെനാരിയോ മാറിയിട്ട് അതിൻ്റെ പെർസെൻറ്റേജ് കൂടി. അപ്പം ഒരു ജസ്റ്റ് നമ്മളിപ്പോൾ ഒരു ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ടോപ്പ് 10 ഡാർക്ക് വെബ് ക്രൈംസ് ഇൻ ഇന്ത്യ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണിക്കുന്ന ലിസ്റ്റ് ചെയ്യുന്നത് എല്ലാം മേജർ സിറ്റീസിൽ നടന്ന മെയിൻ കമ്പനീസ് ബേസ് ചെയ്തിട്ടുള്ള. ഇപ്പോൾ ആമസോണിൽ തന്നെ അങ്ങനെ ഇത് സ്കാം നടന്നിട്ടുണ്ട് ഡാർക്ക് വെബ് വെച്ചിട്ട്. അങ്ങനത്തെ പല ഇൻസിഡൻസ്. ഇപ്പം ചെന്നൈ ഇപ്പം പറഞ്ഞു തമിഴ്നാട് പോലീസിൻ്റെ ഡേറ്റ ലീക്കായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ത്രൂ ഡാർക്ക് വെബാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ റീസെൻറ്റ് ടൈംസിൽ നമ്മളൊരു എനിക്കൊന്ന് 2 weeks ബാക്ക് ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ലീക്കായി 1.5 crore ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട്സ് ഫോർ സെയിൽ എന്ന് പറഞ്ഞിട്ടൊരു ന്യൂസ് വന്നായിരുന്നു ഇന്ത്യയിൽ. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഈ ഡാർക്ക് വെബ് വഴിയാണ് നടക്കുന്നത്. അപ്പം ഇതിപ്പം കുറച്ചുകൂടി അവെയറാണ് ആൾക്കാർക്ക്. അപ്പം നമുക്ക് അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ഈ മൂവി പോകുന്നത്. അപ്പോൾ ഇതൊരു ത്രില്ലർ ജോണറാണ്. ഇൻ ദ സെയിം ടൈം ഇതൊരു കൊമേഴ്ഷ്യൽ ഫിലിമാണ്. അപ്പം നമുക്ക് ഓഡിയൻസിന് കണക്റ്റ് ആവണമല്ലോ. നമ്മളിപ്പോൾ ഒരു ടെക്നിക്കൽ ഫിലിം അല്ലല്ലോ നമ്മളിത് പറയുന്നത്. അപ്പോൾ ഇൻ ദ സെയിം ടൈം നമ്മൾ ടെക്നിക്കലി നമ്മൾ സ്ട്രോങ് ആണ് ആ ഫിലിമിൻ്റെ ഇതിൽ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക്സ് ആണ്. ഇനിയിപ്പോൾ ഈ ടീം ഉണ്ടല്ലോ, അതായത് ഇപ്പൊ ഫസ്റ്റ് ചോദിക്കുകയാണെങ്കിൽ ഷാജാനെ കൂടി ചോദിക്കാം. ഷാജാനെ നമ്മൾ ആ ലുക്കിൽ അത്ര ഭംഗിയായിട്ട് കാണുന്നത് ആദ്യമായിട്ടാണ്. നല്ല രസമുണ്ട് കാണാൻ. അപ്പൊ ആള് ഓൺ ബോർഡ്, അതായത് ഈ സിനിമയെ കുറിച്ച് ആലോചിക്കുമ്പോൾ ആളെ ഓൺ ബോർഡ് വരുത്താനുള്ള കാരണം എന്തായിരുന്നു? ഷാജേട്ടൻ ആക്ച്വലി നമ്മൾ ഒരു എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ 200 മൂവീസിലധികം ചെയ്തിട്ടുള്ള ഒരാളാണ്. ഷാജേട്ടൻ്റെ മേജർ സെക്ടർ എന്ന് പറയുന്ന ഹ്യൂമറാണ്. അപ്പോൾ ഷാജേട്ടനെ നമ്മളത് ഇങ്ങനെ ഒരു മൂവി ചെയ്യുമ്പോൾ ഇതൊരു കുറച്ച് സീരിയസ് ക്യാരക്ടറാണ് ഇതിനകത്ത്. ശിവൻ എന്നാണ് ആ ക്യാരക്ടറിൻ്റെ പേര്. അപ്പോൾ അത് ചെയ്യാനായിട്ട് അങ്ങനെ ഒരാളെ വേണം. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടുമായിട്ട് ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്നു. അപ്പം പുള്ളിയാണ് എന്നോട് ഇങ്ങനെ ഷാജറിൻ്റെ പേരിങ്ങനെ ഞങ്ങൾ കുറേ ഓപ്ഷൻസ് നോക്കുന്നു. അങ്ങനെ ഷാജറിൻ്റെ പേര് പറയുന്നു. ഞാനതിൽ ഓക്കെ എന്ന് പറയുന്നു. ഷാജർ നമുക്ക് അന്നേരം വിളിക്കുകയാണെങ്കിൽ ഇൻസ്റ്റൻ്റായിട്ട് തന്നെ വിളിക്കാൻ, അത് വേറെ ഒരു സെക്കൻഡ് തോട്ടൊന്നുമില്ല, പെട്ടെന്ന് വിളിക്കുന്നു. അത് നമ്മുടെ ഒരു ഇൻഡ്യൂഷനാണല്ലോ ആ സമയത്ത്. അങ്ങനെ വിളിച്ചു, ഷാജറിനെ വിളിച്ച് സംസാരിക്കുന്നു. ഷാജറിനും പെട്ടെന്ന് കൺഫ്യൂസ്ഡ് ആയിട്ട് എന്നോട് പറഞ്ഞു എന്നെ തന്നെയാണോ വിളിച്ചെന്ന് ചോദിച്ചു ഷാജർ. ഞാൻ പ്രതീക്ഷിക്കുന്നില്ലല്ലോ. പെട്ടെന്ന് ഒരാളിങ്ങനെ പറയുന്നു നമുക്കൊരു സിനിമയുണ്ട്, പ്രധാന വേഷം ഞാനാണെന്ന് പറയുമ്പോൾ ഒരു സെക്കൻഡ് ഡോൺ മാക്സിനെ പോലൊരാൾ, ഞാൻ ഡോൺ മാക്സ് എന്ന് കേട്ടിട്ടല്ലോ. അപ്പോൾ ഡോൺ മാക്സിനെ ആക്ച്വലി ഞാൻ കണ്ടിട്ടില്ല, കേട്ടിട്ടേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹം ഞാൻ കഴിഞ്ഞ പടം ഇപ്പോൾ ആക്ച്വലി അയ്യപ്പനും കോശിയോ ബാക്കിയുള്ള സിനിമകൾ പലതും കട്ട് ചെയ്തിട്ടുണ്ടാകും. പക്ഷേ ആ സിനിമകൾ കട്ട് ചെയ്തൊരു മനുഷ്യനെ വിളിച്ചിട്ട് അദ്ദേഹം സിനിമ ചെയ്യുമ്പോൾ വേറെ എത്രയോ താരങ്ങളുണ്ടല്ലോ. അപ്പോൾ ഞാനത് പ്രതീക്ഷിക്കുന്നില്ല. ആ സിനിമയിൽ വേണമെങ്കിൽ 1-2 സീക്വൻസോ അല്ലെങ്കിൽ പറയുന്ന ഒരു ത്രൂ ഔട്ട് ക്യാരക്ടറോ ഒക്കെ പ്രതീക്ഷിക്കാം. പക്ഷെ ഒരു പ്രധാന വേഷത്തിനെ വിളിക്കണമെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ആദ്യം ഒന്ന് ഷോക്കായി. പിന്നീടാണ് ഞാൻ പോയി അദ്ദേഹം വളരെ കൂളായിട്ട് ഇതിൻ്റെ ഒരു കഥ ഒരു വളരെ ചെറിയ സമയം കൊണ്ട് പറഞ്ഞു തീർക്കുന്നത്. അപ്പോൾ കൺവിൻസ്ഡ് ആയി. അപ്പോൾ ഈ പറയുന്ന പശ്ചാത്തലം എന്നേ അറിയില്ല, എനിക്കറിയില്ല ആക്ച്വലി ഡാർക്ക് വെബ് എന്താണ്. ഇപ്പോഴും നമുക്കറിയുന്ന ഡ്രഗ്സ് ഈ പറയുന്ന പലതും സെയിൽ ചെയ്യുന്നതും പലതും സംഭവിക്കുന്നതും ഒക്കെ ഇതുമായിട്ട് റിലേറ്റഡ് ആണെന്ന് ഇപ്പോൾ അടുത്ത കാലത്ത് ന്യൂസിൽ വരുമ്പോൾ ഞാൻ ഡോണിന് ഇപ്പം ഞാൻ അയച്ചു കൊടുക്കും എന്നുവെച്ചാൽ ഈ പറയുന്ന രീതിയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പം 3 വർഷം മുമ്പ് ഡോൺ ഇത് പറയുമ്പോൾ ഇത് എന്താ സാധനം എന്ന് അറിയില്ല. പക്ഷെ പുള്ളി കറക്റ്റായിട്ട് ആ സമയത്ത് പുള്ളി അത് പറയുകയും നമ്മളത് കൺവിൻസ് ചെയ്ത് ഇത് ഷൂട്ട് ചെയ്യുകയും ചെയ്തു. 3 വർഷത്തിന് ശേഷം ഇപ്പം നമ്മൾ നോക്കുമ്പോൾ ഇപ്പോഴും ഫ്രഷാണ്, ഇപ്പോഴും അത് ഭയങ്കര റെലവെന്റ് ആണ്, ഔട്ട്ഡേറ്റഡ് ആയിട്ടില്ല. ഇപ്പൊ ഷാജന്റെ എപ്പോഴും ഏതോ ഒരു ഇന്റർവ്യൂവിൽ പറയണ ഞാൻ കേട്ടിട്ടുണ്ട്, അതായത് ഏത് സിനിമയിലും ഏത് റോളിലും പ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടർ എന്ന നിലയിൽ വളരുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം. അല്ലാണ്ട് ഭയങ്കര മെയിൻ ലീഡ് ആവണം അങ്ങനെ ഒന്നുമില്ല. പക്ഷെ ഏത് സിനിമയിലും ഏത് സ്ഥലത്തും പ്ലേസ് ചെയ്യാൻ പറ്റുന്നത്. അതായത് ഇപ്പോൾ ഒരു മെയിൻ ലീഡ് റോളാണല്ലോ.
വാട്ട് ഈസ് യുവർ ഫീൽ നൗ? ഇപ്പൊ സിനിമയൊക്കെ കഴിഞ്ഞത് റിലീസിന് റെഡി ആയിട്ടിരിക്കുകയാണല്ലോ, ഇപ്പോഴത്തെ ഒരു സന്തോഷം എന്താ? ഇപ്പോൾ ഒരു സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെയും ചോദിക്കുമ്പോൾ ഒരു പടത്തിൽ വേഷം, ഈ പടത്തിൽ തന്നെ വേറൊരു ഇൻ്റർവ്യൂവിൽ ചോദിച്ചു പോലീസുകാരനാണോ എന്ന് ചോദിക്കും. കാരണം ഓൾമോസ്റ്റ് പോലീസ് എനിക്കിപ്പോൾ പ്രൊമോഷൻ വെച്ചിട്ട് ഞാനിപ്പോൾ ആക്ച്വലി IG-യുടെ പൊസിഷനിലെത്തി. എല്ലാ വേഷം ഞാൻ ചെയ്തത് വെച്ച് നോക്കുമ്പോൾ എക്സ്പീരിയൻസ് വെച്ച് അവിടെ എത്തണം. അപ്പോൾ ഈ ആഴ്ചയും വന്നു ഒരു പോലീസ് വേഷം തന്നെ. അപ്പോൾ അവർ ആദ്യമേ പറയും ചേട്ടാ ഒരു ഡിഫറെൻറ്റ് ക്യാരക്ടറാണ്. ഞാൻ പറഞ്ഞു അതെയോ. അപ്പോൾ ഞാൻ പറഞ്ഞു പോലീസാണോ ചോദിക്കും. അത് ചെയ്യുന്നതിനോട് എനിക്ക് 100% സന്തോഷവും ഞാൻ പോയി ചെയ്യുന്നതെല്ലാം അത് തന്നെയായിരിക്കും. അപ്പോൾ ഇല്ല ചേട്ടാ ഇത് കുറച്ച് ഡിഫറെൻ്റാണ്, DYSP ആണെന്ന് പറയും, അല്ലെങ്കിൽ ഇത് പോലീസുകാരനാണെന്ന് പറയും. അപ്പോൾ ഈ പറയുന്ന രീതിയിലൊക്കെ എല്ലാം നമ്മൾ അതിനകത്ത് എന്തെങ്കിലും ഒരു വ്യത്യസ്തം. ഇപ്പോൾ രേഖാചിത്രം എന്നുള്ള സിനിമയിൽ ഒരു അലന്ന പോലീസാണ്. അപ്പോൾ അതിനുള്ള ചില വ്യത്യാസങ്ങൾ കണ്ടെത്തി നമ്മൾ തന്നെ അപ്പോൾ ആക്ച്വലി ഇപ്പോൾ ചെയ്തത് വലതുവശത്തെ കള്ളനും ബേബി ഗേളുമാണ്. അപ്പോൾ അതിനകത്ത് രണ്ടിലും പോലീസ് ഓഫീസർ, ഇപ്പോൾ ഇറങ്ങാൻ പോകുന്ന ആശകളായിരത്തിലും പോലീസാണ്. പക്ഷേ ഈ 3 സിനിമകൾ ചെയ്യുമ്പോൾ ആ സീനിൽ ഒന്നുകിൽ ഹ്യൂമർ ആയിരിക്കും, അല്ലാതെ ഒരു പോലീസ് ഓഫീസർ എന്ന് പറയുമ്പോൾ സ്ഥിരമായിട്ടുള്ളൊരു പാറ്റേൺ യൂണിഫോം ഇട്ടുകൊണ്ട് നിൽക്കുക എന്നുള്ള സംഭവത്തിന് അല്ലാതെ വരുമ്പോൾ പക്ഷേ ഇത് അതിൽ നിന്നും മാറി തീർച്ചയായും വേറൊരു ക്യാരക്ടർ എന്ന് വെച്ചാൽ ഞാനിതുപോലെ ഒരു അച്ഛൻ ക്യാരക്ടർ ഞാൻ ആക്ച്വലി ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ ഒരു ഏജ് വരുമ്പോൾ നമ്മൾ ക്യാരക്ടർ നമ്മൾ മാറി വരുമല്ലോ. അപ്പോൾ അതിൽ ചെയ്യുന്ന ആദ്യത്തെ പരീക്ഷിക്കാൻ എന്നെ 3 വർഷം മുമ്പേ ഡോണാണ് ആദ്യം ഇത് ചെയ്യുന്നത്. അന്ന് കുറുപ്പ് എന്നുള്ള സിനിമയിൽ ഏജ്ഡായിട്ടുള്ള ക്യാരക്ടർ ചെയ്തിട്ടുണ്ടെങ്കിൽ പക്ഷേ ഇതുപോലെ ഒരു മെയിൻ സ്ട്രീമിൽ വരുന്ന ആദ്യമായിട്ടാണ്. അപ്പോൾ അത് ഒരു ചലഞ്ചായിരുന്നു അന്ന്. ഇന്ന് നമുക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ്. ഇതിപ്പോൾ ഈ മക്കളുമായിട്ടൊക്കെ ഭയങ്കര ആക്റ്റീവായിട്ട് നിൽക്കുന്ന ആളാണല്ലോ. അപ്പോൾ മക്കളോടൊക്കെ ഇത് പറയുമ്പോഴേ ഇങ്ങനെ ഒരു സിനിമ വന്നിട്ടുണ്ട്, ഞാനിത് ചെയ്യുവാണ്, ഞാനതിൽ ഇടുന്നൊക്കെ പറയുമ്പോൾ അവരുടെ റിയാക്ഷൻ എന്തായിരുന്നു? അവർ റിയാക്ട് ചെയ്യുന്നത് സിനിമ വരുമ്പോഴേ കാണാന്നുള്ള രീതിക്ക് അവർ റിയാക്ട് ചെയ്യും. അവരെല്ലാറ്റിനെയും ക്രിട്ടിസൈസ് ചെയ്യുന്ന മക്കളാണ്, അല്ലാതെ പ്രോത്സാഹിപ്പിക്കുന്നതല്ല. പക്ഷെ നല്ലത് നല്ലതാണെന്ന് കറക്റ്റായിട്ട് പറയും. അവർ ഏറ്റവും ഹാപ്പി ആയിട്ട് എന്നോട് പറഞ്ഞത് ഈ ട്രെയിലർ കണ്ടപ്പോഴാണ്. കാരണം ആകാശ് ഹീറോയുടെ ഒപ്പം എനിക്കും പ്രാധാന്യമുള്ള രീതിയിൽ ഒരു ട്രെയിലർ കാണുമ്പോൾ സിനിമയും അതുപോലെ തന്നെ ആയിരിക്കും. അപ്പോൾ അവർക്കൊക്കെ പ്രതീക്ഷയുള്ള ഒരു സിനിമയാണ്. പക്ഷെ ഞങ്ങളിത് ഇത്രയും സമയം ആയി എന്നുള്ള രീതിയിൽ എന്നും ഇപ്പോൾ ഈ 13-ാം തീയതി കഴിയുന്നവരെ ഞങ്ങളുടെ പ്രതീക്ഷ അങ്ങനെ തന്നെ നിൽക്കുക. അപ്പോൾ 13-ാം തീയതി റിലീസായി കഴിയുമ്പോൾ പ്രേക്ഷകർ അത് സ്വീകരിക്കുമ്പോൾ ഒരു കുടുംബത്തിലെ ഏറ്റവും വലിയ എല്ലാ കുടുംബങ്ങളിലും ഹാപ്പിനെസ് ഉണ്ടാവും. ഇതിപ്പോൾ മലയാളത്തിൻ്റെ ആദ്യത്തെ ഡാർക്ക് വെബ് ത്രില്ലറിലെ നായകനാണല്ലോ. വാട്ട് ഈസ് ദി ഔട്ട്ലൈൻ ഗിവൺ ടു യു? അങ്ങനെ പ്രത്യേകിച്ച് ഔട്ട്ലൈൻ ഒന്നും കിട്ടിയില്ല. ഈ പടം ഇറങ്ങുമ്പോഴേലും ഒരു ഔട്ട്ലൈൻ കിട്ടും. അങ്ങനെയാണ്, അതാണ് അവസ്ഥ. അപ്പൊ എനിക്ക് മാത്രമല്ല ഐഡിയ ഇല്ല. ഇല്ല അങ്ങനെയല്ല. അല്ല ഇപ്പൊ ഈ സിനിമയെ ഞാൻ ബേസിക് ആയിട്ട് ഇപ്പൊ ഫ്രണ്ട്സോ അല്ലെങ്കിൽ കളീഗ്സോ അങ്ങനെ ആരെങ്കിലും ഒക്കെ ചോദിക്കുകയാണെങ്കിൽ എന്താണ് സിനിമ ആക്ച്വലി എന്ന് ചോദിച്ചാൽ ഔട്ട്ലൈൻ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ എന്താ പറയാ? ഇത് എനിക്ക് നറേറ്റ് ചെയ്ത് തന്നത് ഒരു ന്യൂജൻ പടം എന്നുള്ള രീതിയിലാണ്. പുള്ളിയുടെ ഐഡിയ പറഞ്ഞപ്പോൾ ഇപ്പോൾ നമ്മൾ മലയാള സിനിമ അല്ലാതെ ഇംഗ്ലീഷ് സിനിമകളെല്ലാം കാണുന്നത് മെയിനായിട്ട് എൻ്റെ കട്ട്സ്, ഷോർട്സ്, ആക്ഷൻ. എനിക്ക് സയൻസ് ഫിക്ഷൻ, ത്രില്ലേഴ്സും ആക്ഷൻ മൂവീസ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പുറത്തുള്ള പടങ്ങളൊക്കെ ആയിരിക്കും ഏറ്റവും കൂടുതൽ വാച്ച് ചെയ്യാറുള്ളത്. അപ്പോൾ പുള്ളി പറഞ്ഞ ഐഡിയ എന്ന് പറയുന്നത് ഒരു 3 വർഷം മുന്നേ ഉള്ള പരിപാടിയാണ്. ആ സമയത്ത് ഈ മലയാള സിനിമയിൽ അങ്ങനെ പ്രോമിനൻ്റ് ആയിട്ട് അങ്ങനത്തെ ഒരു പടം വന്നിട്ടില്ല. അത് മാത്രമല്ല പുള്ളി സ്റ്റോറി ലൈനിൽ ഉപരി കട്ട്സും ഈ ഷോർട്സിനെ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു പരിപാടിയാണ് പുള്ളി നറേറ്റ് ചെയ്തത് എന്നോട്. ഒന്ന് ആദ്യമായിട്ട് മലയാള സിനിമയിൽ സ്പോട്ട് എഡിറ്റിംഗ് കൊണ്ടുവന്ന ആളാണ് ഡോണേട്ടൻ. പുള്ളിയുടെ കട്ട്സ് ഇപ്പം ഒരു റീലിൽ തന്നെ ഏകദേശം 1500 കട്ട്സ് ഉണ്ടെന്നാണ് ഞാൻ കേട്ടത്, അല്ലേ, നമ്മുടെ പടത്തിന്. സാധാരണ ഒരു 600 കട്ട്സ് ഉണ്ടാവുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ അത്രയും ഒരു പക്ക എൻ്റർടൈനർ ആയിരിക്കും ഇത് ടെക്നിക്കൽ വൈസ് ഭയങ്കര അഡ്വാൻസ് ആണ്. ആ കൂടി നമ്മൾ ഈ കാസ്റ്റ് വൈസ് കുറച്ച് ബഡ്ജറ്റ് ചുരുക്കിയതുകൊണ്ട് ഇത്രയും ചുരുങ്ങി. അല്ലെങ്കിൽ അത് വേറൊരു വലിയൊരു കുറവില്ല. ഇവിടുത്തെ മീറ്റ് സ്റ്റാളിൽ പോലെ ഇത്രയും കട്ടിങ് ഉണ്ടാവില്ല. ഇതാക്കിയിടണം. പിന്നെ ഈ പറയുന്ന എന്താണ് ഡാർക്ക് വെബ് എന്നുള്ള കൺഫ്യൂഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോഴും ഇത് പ്രേക്ഷകർ കാണുമ്പോൾ ഉണ്ടാകുന്ന അവർക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഇതൊന്നും സിനിമ കാണുമ്പോൾ ഉണ്ടാവില്ല. സിനിമയിലൊരു കഥയിലൂടെ നറേറ്റ് ചെയ്ത് പോകുന്നതാണ്. ആ പോകുന്ന പോക്കിൽ നമുക്ക് പല കാര്യങ്ങളും അറിയാത്ത കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതെല്ലാം ടെക്നിക്കലി അദ്ദേഹത്തിൻ്റെ തലയിലൂടെ വരുന്ന കാര്യങ്ങളും എല്ലാറ്റിനെ കുറിച്ചും പഠിക്കുകയും അതിനെക്കുറിച്ച് അറിയുകയും എല്ലാറ്റിനെക്കുറിച്ചും ഇതുണ്ടാവും. ആസ് എൻ ആക്ടർ എന്ന് പറയുന്ന രീതിയിൽ ഞങ്ങളൊരു കഥയിലൂടെയാണ് സഞ്ചരിച്ചത്. ഇതിൻ്റെ ഒരു ബാക്ക്ഡ്രോപ്പിലാണ്
ഈ ഇതെല്ലാം നടക്കുന്നത്. അപ്പോൾ ആക്ച്വലി ഞങ്ങൾ ഇതാണെന്നും ഇത് റെഡ് റൂംസ്, അതുപോലെ ഇതിനകത്തുള്ള ഡ്രഗ്സ്, ഓൺ സൈറ്റുകൾ, അതുമായി ബന്ധപ്പെട്ടുള്ള അങ്ങനെ ഒരുപാട് കാര്യങ്ങളിലൂടെ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ അതൊന്നും ബന്ധമില്ലാത്തൊരു അച്ഛൻ ഒരു സൈഡിൽ കൂടെ പോകും. മറ്റേ ടെക്നോളജി വല്ലാണ്ട് വലുതായിരിക്കുന്നു. ആ ലൈനിലുള്ള ഒരു അച്ഛനായിരുന്നല്ലേ? ഒന്നും അറിയാത്തൊരു ഒരു സാധാരണക്കാരനായ ഒരു അച്ഛനാണ്. അപ്പോൾ അത് പറയുന്നതിൻ്റെ പുറകിൽ ഇത്രയും വലിയൊരു കാര്യം ഉണ്ടെന്ന് നമ്മൾ ഈ ട്രെയിലറും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് വരുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. അതുപോലെ തന്നെ നമുക്കൊരു കറക്റ്റ് റൂട്ടിലല്ലായിരിക്കാം അദ്ദേഹത്തിൻ്റെ ഒരു രീതികളൊക്കെ, ലാസ്റ്റിൽ നിന്ന് പുറകോട്ട് ഫ്രണ്ടിൽ നിന്നും ബാക്ക് പല രീതികളുണ്ടാകും. നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇന്ന് കണ്ട ട്രെയിലറല്ല നാളെ ഉണ്ടാവും. നാളെ ഉണ്ടാകുന്ന ഇതായിരിക്കും. സിനിമ തുടങ്ങുന്നവരെയും അദ്ദേഹം ജോലി ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഇത് പ്രേക്ഷകർക്ക് വർക്കാവും. ഈ ബാക്കിയുള്ളവര് ചെയ്തു വെച്ചേക്കുന്ന കട്ട് ചെയ്ത് സ്വന്തമായിട്ട് കട്ട് ചെയ്യാൻ കിട്ടുമ്പോഴേ അത് പെർഫെക്റ്റ് ആയിട്ട് വന്നില്ലെങ്കിലുള്ളൊരു റിസ്ക് ഉണ്ടല്ലോ. പാവത്തിന്റെ സങ്കടം നമ്മൾ മനസ്സിലാക്കണം. അത് പെർഫെക്റ്റ് ആയി വരും. മാത്രമല്ല ഇപ്പോൾ ഈ സിനിമ ട്രെയിലർ കഴിഞ്ഞതിന് ശേഷം എന്നെ 2-3 പേര് വിളിക്കുകയും അവർ ചോദിച്ചു ഈ സബ്ജക്റ്റ് എന്താണ്. അവരെല്ലാം പ്ലാനിങ് ആണ്. ഇതാണ് നമുക്ക്, അതായത് നമുക്ക് യൂഷ്വലി നമുക്കൊരു ട്രെയിലർ കാണുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടുമല്ലോ സിനിമ എന്തായിരിക്കും, എങ്ങനെയായിരിക്കും. ഇത് അങ്ങനെ ഒന്നുമില്ല. ഇത് ചർച്ച ചെയ്യുന്ന പലരും ഡാർക്ക് വെബ് സിനിമകൾ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവരിപ്പോൾ എന്നെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ ഈ സബ്ജക്റ്റിൽ ഇന്നതുണ്ടോ ഡ്രഗ്സിൻ്റെ ഇന്ന ഏരിയ ഉണ്ടോ. അവർക്ക് ടെൻഷനാണ്. എന്ന് വെച്ചാൽ അവർ എഴുതിക്കൊണ്ടിരിക്കുന്ന സബ്ജക്റ്റ് അവർ പുതിയ സബ്ജക്റ്റ് കണ്ടുപിടിച്ച് എഴുതി തുടങ്ങുന്നതാണ്. അത് 3 വർഷം മുമ്പ് ചിന്തിച്ച ആളാണ്. ഇപ്പൊ ഇത് കുറച്ചും കൂടെ റെലവെന്റ് ആണെന്നാണ് തോന്നുന്നത് ഈ ഒരു സമയം. ഇപ്പൊ കുറച്ചും കൂടെ ആളുകൾ അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യും. പിന്നെ പുള്ളിയുടെ വിഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഫാസ്റ്റ് കട്ട്സിന്റെ ഈ പരിപാടി ഇപ്പം ആണ് കുറച്ചും കൂടെ റെലവെന്റ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ അറ്റൻഷൻ സ്പാന് കുറച്ചും കൂടെ കുറഞ്ഞു വരികയാണ്. റീൽസ് ഒക്കെ ഭയങ്കര അഡ്വാൻസ് ആയിക്കൊണ്ടിരിക്കുകയാണ് AI വഴി, അല്ലേ? നമ്മളൊരു റീല് കണ്ടു കഴിഞ്ഞാൽ അടുത്ത കണ്ടന്റ് ആ കണ്ടത് വെച്ചിട്ടുള്ളതായിരിക്കും അടുത്തത് വരിക. അപ്പോൾ ഇപ്പം നെറ്റ്ഫ്ലിക്സോ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും OTT പ്ലാറ്റ്ഫോമിൽ നമ്മളൊരു സിനിമ പ്ലേ ചെയ്യുകയാണെങ്കിൽ ഒരു 15 മിനിറ്റ്സ് മാക്സ്, അല്ലേ? 15 മിനിറ്റ്സിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ അപ്പം ആ പടം അവിടെ നിർത്തിയിട്ട് അടുത്ത പരിപാടിക്ക് പോകും. അങ്ങനെയല്ല നമ്മൾ ചെയ്യുന്നത്. അപ്പം ഈ പടം അങ്ങനെ ആയിരിക്കില്ല. എന്തിന് സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്യുമ്പോൾ അതിൽ ടൈം 45 മിനിറ്റ്സിന് മുകളിലാണെങ്കിൽ നമ്മൾ ഓർഡർ ചെയ്യുന്നത്. ഫുഡെല്ലാം നോക്കുന്നത് എത്രയും പെട്ടെന്ന് എത്തിക്കാന്നുള്ള. അത് ശരിയാണ്. അപ്പോൾ ഭയങ്കര എൻഗേജിങ് ആയിട്ടാണ് പുള്ളി അത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതായത് നിങ്ങൾ എവിടെന്നെങ്കിലും വിട്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണക്ട് ആവില്ല. നിങ്ങൾ അത്രയും എൻഗേജ്ഡ് ആയിരിക്കും. പറയൂ എന്തൊന്നും ആലോചിക്കണം. ഭയങ്കര ഡീപ്പ് തിങ്കിങ്ങിലാണ്, അല്ലേ? ഇന്ന് രാവിലെ തൊട്ടെടുത്ത എല്ലാ ഇന്റർവ്യൂസിലെയും ഡയറക്ടേഴ്സ് ഇങ്ങനെയായിരുന്നു. എല്ലാവരും ഇങ്ങനെ ഇരുന്ന് ആലോചിക്കാം. ഭയങ്കര ഡീപ്പ് അല്ല, അദ്ദേഹം എടുത്തു കഴിഞ്ഞതിന് ശേഷം ആലോചിക്കുന്നത്. പലരും എടുക്കുന്നതിന് മുമ്പായിരിക്കും കൂടുതൽ ആലോചിക്കുക. എടുത്തു കഴിഞ്ഞ് ഇനിയിപ്പോൾ റിലീസ് മാത്രമേ ഉള്ളൂ. ബാക്കി കാര്യങ്ങളൊക്കെ പുള്ളിക്ക് ഓൾറെഡി എല്ലാ കാര്യങ്ങളും പുള്ളിയുടെ കൈകളിലൂടെയാണ്. ഈവൻ ഇതായിക്കോട്ടെ, റൈറ്റർ ഇതായിക്കോട്ടെ, ബാക്കിയുള്ള കാര്യങ്ങൾ ഷോർട്സ് ആയിക്കോട്ടെ, ഈ പറയുന്ന എന്താ പറയുക മ്യൂസിക് ആയിക്കോട്ടെ, എല്ലാ കാര്യങ്ങളും പുള്ളിയിലൂടെയാണ് പോകുന്നത്. വളരെ മനോഹരമായ 3 പാട്ടുകളുള്ളൊരു സിനിമയാണ്. ഒന്നാലോചിച്ച് നോക്കണം. ഈ ട്രെയിലർ കണ്ട് ഈ വെട്ടും കുത്തിൻ്റെ ഇടയിൽ കൂടെ 3 സോങ്സ് ഉണ്ട്. പെരിയ ആള് പേരുപോലെ തന്നെ വണ്ടി വെച്ചിരിക്കേ. ഇതിന്റെ ഇടയിൽ 3 പാട്ടൊക്കെ കാണിച്ചാൽ മനസ്സൊന്നും കാണാതെ പോരുന്നു. 3 പാട്ടുണ്ട്. 3 പാട്ട് കണ്ടെന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കും ഇതിൽ എവിടെ പ്ലേസ് ചെയ്യാൻ പറ്റും ആ ട്രെയിലറിൽ. അതെ, ഏത് ടൈപ്പ് പാട്ടുകളാ? 3 പാട്ടും റൊമാൻസ് ഉണ്ട്. കഥ ഈ സിനിമയിലെല്ലാം ഉണ്ട്. റൊമാൻസ് ഉണ്ട്, സെന്റിമെന്റ്സ് ഉണ്ട്, വയലൻസ് ഉണ്ട്. പക്ഷെ അത് പോകുന്ന പേസ് ആണ് മെയിൻ. അതൊരു വന്ദേ ഭാരത് പോകുമ്പോലെ പോകും. ഞങ്ങൾ മാത്രം ഇങ്ങനെ പറഞ്ഞാൽ മതി. നയന പറയൂ, വാട്ട് വാസ് യുവർ എക്സൈറ്റ്മെന്റ് എന്ന് ഞാൻ ചോദിക്കുന്നില്ല. ബിക്കോസ് ഐ നോ വാട്ട് ഈസ് ദി എക്സൈറ്റ്മെന്റ്. ഇപ്പൊ ഇത് ഞങ്ങളുടെ അടുത്തേക്ക് എത്താൻ നിൽക്കാണല്ലോ സിനിമ. അപ്പോൾ വാട്ട് ആർ യു എക്സൈറ്റഡ് ഫോർ? ബിക്കോസ് അത് കാണുമ്പോൾ എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും. ഞങ്ങളിത് ചെയ്യുന്ന സമയത്ത് കുറേ കാര്യങ്ങളൊക്കെ നമ്മൾക്ക് മനസ്സിലാവില്ലായിരുന്നു. ഇന്നിപ്പോൾ നമുക്ക് കുറച്ചും കൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ അന്നേ സാറ് കാലത്തിന് മുന്നേ സഞ്ചരിച്ചിരുന്നു. സോ എന്താ പറയുക, എല്ലാവർക്കും സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കുറേ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഭയങ്കര കൂടുതലാണ്. എല്ലാം നമുക്ക് എന്താ ഓൺലൈൻ ക്രൈംസ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. വേറൊരു ലോകം. ഇപ്പോൾ ഒരു നേരത്തെ ഓൺലൈനിലും കൂടുതലും നമ്മൾ എഡ്യൂക്കേറ്റഡ് ആണ് ഇതിനെ പറ്റിയിട്ടൊക്കെ. അപ്പോൾ എല്ലാവർക്കും ഇത് മനസ്സിലാവും. പിന്നെ നമ്മൾ തിയേറ്ററിൽ കാണേണ്ട ഒരു പടമാണ്. അപ്പോൾ നമ്മൾ കാണുമ്പോഴത്തേക്ക് വേറെ ലെവലാണ്. നോട്ട് ആൻ OTT പ്രോഡക്റ്റ്. നോ 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 നോ. അങ്ങനെ വിഷ്വലി തിയേറ്ററിൽ എൻജോയ് ഇല്ല, OTT വരുന്നതിന് മുന്നേ എല്ലാരും വന്ന് കാണും. തിയേറ്ററിൽ പോയി കാണണം. ആയിക്കോട്ടെ OTTക്കാര് പറയില്ല. തിയേറ്ററിലുള്ള അങ്ങനെയല്ല.
കാണാം. പക്ഷെ എന്താ പറയുക, തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ആ സൗണ്ടും ആ ഉവ്വ്. വിഷ്വലും ഒരു രക്ഷയില്ല. അതുപോലെ ഇത് എല്ലാ സിനിമകളും അങ്ങനെ നമ്മൾ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ഈ വേറെ. സിനിമയിലെ നമുക്ക് ഡയലോഗ്സ് പൊതുവെ ഭയങ്കര കുറവാണ്. ഏറ്റവും കൂടുതൽ റിയാക്ഷൻസും ഇമോഷൻസും ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും വെച്ചിട്ടാണ് ഈ ഫുൾ സിനിമ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് ഫീൽ ചെയ്യണമെങ്കിൽ അത് നമുക്ക് തിയേറ്ററിൽ തന്നെയാണ് കിട്ടുക. ഇപ്പം നമ്മൾ തന്നെ ട്രെയിലർ മൊബൈലിൽ കണ്ടതും തിയേറ്ററിൽ കണ്ടതും ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. സ്റ്റുഡിയോയിൽ അത് ഐ മീൻ തിയേറ്ററിൽ നമ്മൾ ലോഞ്ചിലൊക്കെ അത് കണ്ടപ്പോഴത്തേക്ക് ആ പാട്ടൊക്കെ പ്ലേ ചെയ്തിരുന്നു. ഫോണിൽ കണ്ടപ്പോൾ ഓക്കെ, പക്ഷേ അത് വരുമ്പോൾ അത് എന്തോ അത് വേറെ ലെവലിലേക്ക് അത് കയറിയിരുന്നു. അപ്പം ഇതിന്റെ ഓഡിയോ ലോഞ്ചിന്റെ സമയത്ത് സിബി സാർ പറഞ്ഞത് ഇത് അവന്റെ ഡോണിന്റെ ഏരിയ ആണ്, അതുകൊണ്ട് എനിക്ക് നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു. വാട്ട് ഇസ് ദറ്റ് ഏരിയ ദാറ്റ് ഹി വാസ് റെഫറിങ് ടു? പക്ഷെ ഡോണ് ഇരിക്കുന്ന എന്തോ തെറ്റിയത് പോലെ ഇരിക്കും. സത്യം സത്യം. പുള്ളിനെ കാണുമ്പോൾ എനിക്ക് തന്നെ ഒരു ഗിൽറ്റ് ഫീല്, ദൈവമേ ഞാൻ എന്തോ തെറ്റായിട്ട് ചോദിച്ചു. പലരും ഡോണിനെ കണ്ടിട്ടില്ല, അറിയാമോ? ഒരുപാട് പേര് ഡോണിൻ്റെ ഫാൻസ് ഉണ്ട്, ഡോൺ ഇഷ്ടപ്പെടുന്നവർ, ഈ എഡിറ്റ്സ് പുള്ളിയുടെ പടങ്ങൾ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഉണ്ട്. പക്ഷെ അദ്ദേഹത്തെ കാണുന്ന ഒരു പക്ഷേ ഈ ഇന്റർവ്യൂല് ഇരുന്നിരിപ്പിന് എത്ര സിനിമകളുടെ ട്രെയിലർ കെട്ടിയണമെന്ന് അപ്പൊ പുറത്തിറങ്ങാൻ സമയം കിട്ടുന്നുണ്ടാവില്ല അല്ലേ? പുറത്തിറങ്ങും അല്ലേ? അതല്ലേ അവസ്ഥ അല്ലേ? ഇന്നിപ്പോ ആരും എന്നോട് പറയണ്ടായിരുന്നില്ലേ ഏതോ ഒരു സിനിമയുടെ ട്രെയിലർ കെട്ടിയത് എത്രയോ മിനിറ്റ് കൊണ്ടാന്നൊക്കെ. ഒരു ദിവസം വെയിൽ കൊണ്ട് തലയിറങ്ങിയാണ്, ആദ്യമായിട്ട് വെയിൽ കൊണ്ട്. ഓ രാജടാ, കഥ അടിച്ചങ്ങ് ഇറക്കും. ഇത് പറ, വാട്ട് ഇസ് ദാറ്റ് ഏരിയ സിബി സാർ റെഫർ ചെയ്യുന്ന ഏരിയ? എന്താണെന്ന് ഞാൻ ചെയ്യുമ്പോൾ അത് അതിൻ്റെ ഒരു ടെക്നിക്കൽ ഏരിയ ആയിരിക്കും എല്ലാവരും ഫസ്റ്റ് നോക്കുന്നത്. ആസ് എൻ ഒരു എഡിറ്റർ ടെക്നീഷ്യൻ എന്നുള്ള രീതിയിൽ ആ എലമെൻ്റ് എന്താണെങ്കിലും ആൾക്കാർ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യും. പിന്നെ ഇത് ഇങ്ങനൊരു സബ്ജക്റ്റ് പറയുമ്പം അത് ഏത് രീതിയിൽ നമുക്ക് പ്രസൻറ്റ് ചെയ്യാന്നുള്ളത് ഇതുണ്ടല്ലോ. ഇപ്പം നമ്മൾ കണ്ടു വന്ന ഒരു എന്താണ് വേ ഓഫ് പ്രസൻറ്റേഷൻ അല്ല നമ്മൾ. അപ്പോൾ ഇതിനകത്ത് ചില കാര്യങ്ങൾ ഇതിൻ്റെ ലൈറ്റിങ് അല്ലെങ്കിൽ ഇതിൻ്റെ VFX, അപ്പം ഇതെല്ലാം നമ്മൾ കുറച്ച് ടൈം എടുത്ത് ചെയ്തൊരിതാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഡാർക്ക് വെബ് ഫിലിം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇതിനകത്ത് വേറൊരു ടോട്ടൽ ജോണർ ഷിഫ്റ്റ് വന്നു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഡിസപ്പോയിൻറ്റഡ് ആവും. നമ്മൾ ഡാർക്ക് വെബ് കാണിക്കുമ്പം അതിനെ എങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും ഓഡിയൻസ്. ഇപ്പം മിക്ക ആക്ടേഴ്സിനും ഫേസ് ചെയ്യേണ്ടി വരുന്ന ഒരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രീനുമായിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അവർക്ക് റിയാക്ട് ചെയ്യാൻ ഓപ്പോസിറ്റ് ഒരാളില്ല. അപ്പം ബ്ലാങ്ക് സ്ക്രീനിൽ എന്ത് റിയാക്ട് ചെയ്യാം, നമുക്കൊരിക്കലും അത് ആ VFX അവിടെ പ്ലേസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ കുറേ സീക്വൻസുകളുണ്ട്. അപ്പോൾ ആക്ടേഴ്സിനെല്ലാം ഭയങ്കര ചലഞ്ചിങ് ആയിരുന്നത്. അപ്പം അത് ഇതിനകത്തൊരു 35 പേരോളം പുതിയ ആൾക്കാരാണ് ആക്ട് ചെയ്തിരിക്കുന്നത്. അവരെല്ലാം ഭയങ്കര ഹൈലി ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അവരെല്ലാം നമ്മൾ ഓഡീഷൻ ചെയ്ത് തന്നെ ചെയ്തതാണ്. അതുപോലെ ഇതിൽ ശരൺ എന്ന് പറഞ്ഞ ശരൺജിത്ത് ഒരു മെയിൻ റോൾ ചെയ്തിട്ടുണ്ട്. ശരൺ ഭയങ്കര ഡ്രാമ ആർട്ടിസ്റ്റാണ്. ട്രാൻസ്ജെൻഡർ പോലൊരു സംഭവം. അപ്പോൾ അതുപോലെയുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് യങ് ടാലൻസിൻ്റെ ഒരു ഇതാണ് അറ്റ്. അപ്പോൾ അവരുടെ തന്നെ എക്സ്ട്രീമായിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് കൂടുതലും ഇതിനെക്കുറിച്ച് പറയുന്നത് ഒരു വേറെ ഒരു വേൾഡാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ ട്രൈ ചെയ്തിരിക്കുന്നത്. അത് നമ്മൾ ഇപ്പോഴത്തെ ഒരു സിനിമ അക്സെപ്റ്റ് ചെയ്യുന്ന നമ്മുടെ ഓഡിയൻസ് അത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു പുതിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. കാരണം നമ്മളത് സ്ഥിരം കണ്ടിട്ടില്ലാത്ത ഒരു സെനാരിയോ ആണ് നമ്മൾ ഇതിനകത്ത് ട്രൈ ചെയ്തിരിക്കുന്നത്. അപ്പം അതുപോലെ തന്നെ ഇതിന് ഹാക്കേഴ്സ് തമ്മിലുള്ള ഒരു ഇതുണ്ട്. അതിപ്പോൾ എന്ത് ടൈപ്പ് ഓഫ് ഇതാണ്. ഇപ്പം പുതിയ കറൻസി നമ്മളിപ്പോൾ ഡിജിറ്റൽ കറൻസിയിലേക്ക് മാറുവാണ്. നമ്മൾ ബിറ്റ്കോയിൻ അങ്ങനത്തെ ക്രിപ്റ്റോ അതെല്ലാം നമ്മൾ ഇതിനകത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ അതുകൊണ്ട് എല്ലാം ഈ ഡാർക്ക് വെബിനകത്തും അല്ല നമ്മുടെ ഇപ്പോൾ കറണ്ട് ഇതിൽ നടക്കുന്ന പല ഇൻസിഡൻസുകളുടെ ഒരു ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അല്ലെ? ഇപ്പൊ നമ്മൾ ഇത് സ്റ്റോറി ചെയ്യുമ്പോൾ ഇതിന്റെ പിന്നിൽ ഒരു റീസേർച്ച് ഉണ്ടല്ലോ. അതായത് നമുക്കും അത്ര പരിചയമുള്ള ഏരിയ അല്ല, നമ്മളും ന്യൂസുകൾ കേൾക്കുന്ന മാത്രമേ ഉള്ളൂ, നമുക്ക് ഇതിന്റെ ബാക്ക് സ്റ്റോറി അറിയില്ലല്ലോ. ഈ റീസേർച്ച് ഹൗ ഡിഡ് ഇറ്റ് ഹാപ്പൻ, അതിലേക്ക് എത്ര നാളെടുത്തു, അത് എങ്ങനെയാണ് അത് സെറ്റ് ആയത്? കാരണം ഇത് നമ്മൾ വെക്കുമ്പോൾ കുറേയൊക്കെ ഫാക്ട്സും ആവണല്ലോ. ഫാക്ട്സും ആവണം, തീർച്ചയായിട്ടും. അപ്പൊ അതെങ്ങനെയാ ചെയ്തേ? അപ്പോൾ അത് നമ്മളിപ്പോൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡാർക്ക് വെബിന് അധികം മെറ്റീരിയൽസ് നമുക്ക് കിട്ടില്ല. ഇപ്പോൾ പിൻട്രസ്റ്റിൽ തന്നെ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ പിൻട്രസ്റ്റിൽ ഡാർക്ക് വെബ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ 0 റിസൾട്ട്സ് ആണ്, കാണിക്കില്ല. അപ്പം അങ്ങനെ ഒരു ഇൻഫർമേഷൻ നമുക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ ആകെയുള്ള ഒരു സോഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഡാർക്ക് വെബിൽ കയറണം. കാരണം എനിക്ക് അങ്ങനെ വേണ്ട, എന്നാൽ ഇതിൻ്റെ ഒരു ജനറൽ ഇൻഫർമേഷൻ പല ബുക്കുകളും നമ്മുടെ കുറേ ഇതൊക്കെയാണല്ലോ, തീസിസ് അങ്ങനത്തെയൊക്കെയാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ നമ്മൾ നോക്കി അതിൽ നിന്ന് എടുത്തിട്ടാണ് ഇത് എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്നുള്ളത് എടുത്ത്. പിന്നെ ഞാൻ അത്രയും ഭയങ്കര ഹൈലി ടെക്നിക്കലായിട്ട് പോയി കഴിഞ്ഞാൽ ഇതൊരു എന്താ പറയുന്നത്, ഒരു അത്രയും ഇതായിട്ട് പോയി നമ്മുടെ ഒരു ഓഡിയൻസിനെ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന പോലെ ഇപ്പോൾ
അത്രയും കംപ്ലീറ്റ്ലി വേറൊരു സാധനം പറയുമ്പോൾ ചിലപ്പോൾ മനസ്സിലായില്ലെന്ന് വരും. അതെ, ഒരു OTT കണ്ടന്റ് ഒക്കെ ആണെങ്കിൽ ഓക്കെ, നമ്മളൊരു തിയേറ്ററിക്കൽ ഇതാകുമ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ മാക്സിമം ഒരു കൊമേഴ്ഷ്യൽ ഫിലിമാണ്, പ്യുവർ കൊമേഴ്ഷ്യൽ ഫിലിമാണ്. ഇപ്പോൾ ഷാജിന പറഞ്ഞ പോലെ തന്നെ നമ്മളിതിൻ്റെ സോങ്, ഫൈറ്റ്, റൊമാൻസ് ഇതെല്ലാം ഇതിനകത്ത് ഉണ്ട്. അതിൻ്റെ അകത്ത് ഡാർക്ക് വെബും കൂടി ഇൻക്ലൂഡഡ് ആണെന്ന് മാത്രമല്ല, ഇറ്റ് ഇസ് എ ഫാക്ടർ അല്ലേ? എന്നാൽ ആ കാണിക്കുന്ന ഡാർക്ക് വെബ് നമ്മളിത് ഇപ്പം നമ്മളെ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഹാക്കിംഗ് സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഒരു ഹാക്കർ യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ അതൊരു വലിയ ഫാൻസി സോഫ്റ്റ്വെയർ ആയിരിക്കില്ല. ഇപ്പം മെട്രിക്സ് പോലെ കോഡ്സ് വരുന്നോ അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ലല്ലോ. അത് ഭയങ്കര അതിൻ്റെ GUI തന്നെ വളരെ ബേസിക്കാണ്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം നമ്മൾ റീക്രിയേറ്റ് ചെയ്യുമ്പം അത് ഓഡിയൻസിന് അത് അയ്യോ ഇവരിതെന്താ ഇങ്ങനെ ചെയ്തത്, ഒരു ഇപ്പം നോട്ട് പാഡ് പോലെ ആയിരിക്കും അതിൻ്റെ ഇൻ്റർഫേസ് ചിലപ്പം വരുന്നത്. അപ്പോൾ അതിനകത്ത് വിഷ്വലി അത് അപ്പീലിംഗ് അല്ല. അപ്പം നമ്മൾ അതിനെ ഒരു കുറച്ചും കൂടെ ലോക്കൽ ആളുകൾക്ക് ലോക്കൽസിന്റെ പൾസ് അറിയുന്ന പോലെ ലോക്കൽസിന്റെ നമ്മളൊരു അതിനെ കുറച്ചുകൂടി ഒരു വിഷ്വലി കുറച്ചുകൂടെ നന്നാക്കാനായിട്ട് അപ്പോൾ ഇതെല്ലാം ക്രിയേറ്റ് ചെയ്യേണ്ടി വന്നു നമുക്ക് ഈ വെബ്സൈറ്റ്സ്. ലോക്കൽസിന്റെ പൾസ് ഒക്കെയാണ്. നമ്മളിതെല്ലാം ക്രിയേറ്റ് ചെയ്യുമായിരുന്നു, വെബ്സൈറ്റ്സ് എല്ലാം ക്രിയേറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ അത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിനകത്തുള്ള എല്ലാ കണ്ടന്റും ഉണ്ടാക്കണം. നമ്മൾ ചെയ്യുന്ന സമയത്ത് AI ഒക്കെ അത്രയും ഇതല്ല, പോപ്പുലർ അല്ല. അപ്പം അന്ന് അതായിരുന്നു കുറച്ചുകൂടി ഈസി ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം മാനുവലി അവർക്ക് VFX ചെയ്യാനൊരു ക്ലോസ്ലി 1 year എടുത്തത് ചെയ്യാനായിട്ട്. അപ്പോൾ വാട്ട് മെയ്ഡ് യു തിങ്ക് ഓഫ് ദിസ്? അതായത് നമുക്കിപ്പോൾ ഇങ്ങനെ ഒരു സാധനം ചെയ്യണമെങ്കിൽ ഒരു ഇൻസ്പിറേഷൻ വേണമല്ലോ, ഈ സാധനത്തിൽ പിടിച്ച് അതെന്തായിരുന്നു? അതായത് ഈ പറഞ്ഞ പോലെ 3 വർഷത്തിന് മുമ്പാണ് ഇവരോട് പറയുന്നത്, അപ്പോൾ അതിലും ഒരുപാട് നാൾ മുന്നേ ഇത് ആലോചിച്ച് തുടങ്ങണമല്ലോ. വാട്ട് മെയ്ഡ് യു തിങ്ക് ഓഫ് ദിസ്? അത് നമ്മൾ ചില സബ്ജക്റ്റുകൾ നമ്മളെ എക്സൈറ്റ് ചെയ്യുമല്ലോ, നമ്മളെ ചെയ്യണം, അല്ല നമുക്ക് ഇത് ഇങ്ങനത്തെ ഒരു സംഭവം. ഇപ്പോൾ ഇതിന് മുമ്പ് ഞാനൊരു മൂവി ചെയ്തു, അത് സീരിയൽ കില്ലിംഗ് ബേസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അടുത്തൊരു സംഭവം ചെയ്യുമ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമല്ലോ, പുതിയതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ചു. അങ്ങനെ ഒരു തോട്ടിൽ നിന്നാണ് ഇതിലേക്ക് എത്തുന്നത്. അങ്ങനെ അപ്പോൾ അത് എന്നെ എക്സൈറ്റ് ചെയ്തുകൊണ്ടിരുന്നു ഓരോ സീക്വൻസിൽ അങ്ങനെ ബിൽഡ് ചെയ്ത് വന്നു. അല്ല ഞാൻ വാസ് ദേർ ഒരു പെർട്ടിക്കുലർ ന്യൂസോ അങ്ങനെ എന്തെങ്കിലും കണ്ടിട്ട് അതിൽ നിന്നും എക്സൈറ്റഡ് ആയിട്ട് അങ്ങനെ എന്തെങ്കിലും ആണോ? അത് ഒരു ബേസിക് ഒരു ലൈൻ ഉണ്ടായിരുന്നു, ഒരു ഫാദർ ക്യാരക്ടറിൻ്റെ ഒരു ജേണി ഉണ്ടായിരുന്നു. അത് എങ്ങനെ ഇതുമായിട്ട് ക്ലബ് ചെയ്യണം എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ന്യൂസുകളും ഇതുപോലെ തന്നെ നമ്മൾ എന്താ പറയുന്നത്, ചില പലപ്പോഴും കാണുന്ന ചിലതിൽ നിന്നൊക്കെ നമുക്ക് ഇൻസ്പയർ ആകാം. പിന്നെ ഇതിനൊരു ഏറ്റവും വലിയ ചലഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ടൈമിൽ ഇതിനൊരു റെഫറൻസ് ഇല്ല, ഒരു മൂവി റെഫറൻസ് പോലെ ഇങ്ങനെ ഒരു സിനിമ പോലെ നോക്കാനില്ല. അതിനുശേഷം കുറേ മൂവീസ് വന്നിട്ടുണ്ട്, നമ്മൾ ചെയ്യുന്ന ടൈമിലില്ല. അപ്പോൾ അതുകൊണ്ട് അതൊരു വലിയൊരു ഇതാണ്. പിന്നെ അപ്പോൾ നമ്മുടെ എക്സൈറ്റ്മെൻറ്റ് കൂടി, കാരണം നമുക്കൊരു ഇൻസ്പയർ ആകുന്നതും നമ്മുടെ ഒരു ഓൺ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നതും തമ്മിലുള്ള വ്യത്യാസം വരുമല്ലോ. അപ്പോൾ അതിൽ അങ്ങനെയാണ് അതിൽ ആ ജേണി. ഈ സിനിമ ചെയ്ത് കഴിഞ്ഞിട്ടാണോ ഇത്ര സീരിയസ് ആയത്? ഇതിനു മുമ്പ് ഇങ്ങനെ തന്നെയായിരുന്നു? ഞാനോ? എപ്പോഴും ഇങ്ങനെ തന്നെ വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും അടുത്ത ആൾക്കാരോട് സംസാരിക്കും. ഭയങ്കര യു ആർ എൻ ഇൻവെർട്ടർ അല്ലേ? ഷാജിയുടെ ഒരു കഥ എഴുതുന്നുണ്ട് എന്ന് പറഞ്ഞിരുന്നു, എവിടെയോ ഞാൻ കേട്ടിട്ടുണ്ട്. അവന്റെ മുണ്ടൂർ മാടന്റെ കഥ, അത് ഒറിജിനലി കഥയായിട്ട് എഴുതുന്നത്, അതെന്തായി? അതെല്ലാം അന്ന് എഴുതിയത് സച്ചേട്ടനോട് സംസാരിക്കുകയും സച്ചേട്ടൻ അത് ആക്സെപ്റ്റ് ചെയ്യുകയും നമുക്ക് ഈ പടം ചെയ്യാം, വേറെ എവിടെയും ആരോടും പറയണ്ട എന്ന് പറഞ്ഞു. അതിനുശേഷം പിന്നെ ഒരു മീറ്റിങ്ങിന് എന്നെ വിളിച്ചിട്ട് അവരോട് പറഞ്ഞു, മുണ്ടൂർ മാടൻ എന്ന് പറയുന്ന മുണ്ടൂർ ഞാൻ എടുത്തോട്ടെ ഈ പടത്തിന് യൂസ് ചെയ്യാം. കാരണം അയ്യപ്പനും കോശിയിൽ ആക്ച്വലി വിജയമേനോൻ്റെ ക്യാരക്ടർ അട്ടപ്പാടിയിലെ ഒരു സാധാരണ പോലീസ് ഓഫീസറായിരുന്നു. അതെ, അതായത് അവിടെ അനധികൃതമായിട്ട് മദ്യം കൊണ്ടുവരികയും അവിടെ വെച്ച് പിടിക്കുക ഒരു ഈഗോ ക്ലാഷിൻ്റെ സിനിമയാണ്. അതിനകത്ത് അദ്ദേഹം ഈ മുണ്ടൂർ ഈ കഥയിലെ ഒരു കഥയുണ്ട്, ഇതിനകത്തൊരു കഥയുണ്ട്. ആ കഥ അതിലേക്ക് പ്ലേസ് ചെയ്തിട്ടാണ് നീ കുമ്മാട്ടി എന്ന് കേട്ടിട്ടുണ്ട്, തൃശ്ശൂർ കുമ്മാട്ടിയല്ല, പണ്ട് പാണ്ടികൾ. അത് ഒരു കഥയുടെ ഒരു ഭാഗമാണത്. അത് എല്ലാം ഓൾറെഡി ഞാൻ ഓൺലൈൻ പോലെ എല്ലാം ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 1-2 പേരായിട്ട് ഡിസ്കസ് ചെയ്ത് അങ്ങനെ നിൽക്കുന്നത്. പക്ഷേ ഒരു വലിയ ക്യാൻവാസിലുള്ള സിനിമയായതുകൊണ്ട് അതുപോലെ ഉത്സവവും കാര്യങ്ങളും അതുപോലെ ഉണ്ടാവുകയാണ്. സ്റ്റോറി എല്ലാം സെറ്റ്. അതെല്ലാം പിന്നെ സ്റ്റോറിയും അതിനകത്തൊരു കൾച്ചറുണ്ട്, ആ നാടിൻ്റെ ഒരു കൾച്ചറുണ്ട്. ഒരു കാലത്ത് ആ നാട് അങ്ങനെയായിരുന്നു. അതൊരു ഡ്രൈ ആയിട്ടുള്ള ഒരു മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ഒരു വാം ടോണിൽ ഷൂട്ട് ചെയ്യേണ്ട ഒരു സിനിമയാണ്. അതുപോലെ വയലൻസും എല്ലാം ഉള്ള അന്നത്തെ കാലഘട്ടം ഷൂട്ട് ചെയ്യണം. ആക്ച്വലി എനിക്ക് തോന്നുന്ന ഒരു 80-85 ഉള്ള സിനിമയാണ്. അപ്പോൾ അതുപോലൊരു ഹീറോ, അതുപോലെ കാര്യങ്ങളുണ്ടാവുകയും പാലക്കാടൻ പശ്ചാത്തലത്തിൽ മാത്രം ക്യാരക്ടേഴ്സ് ഒരു ചെയ്യേണ്ട ഒരു സിനിമയാണ്.
വരട്ടെ, എത്രയും പെട്ടെന്ന് വരട്ടെ. തൽക്കാലം ഈ സിനിമ വരാറായില്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ മിക്കവാറും ഇപ്പോൾ എല്ലാ സിനിമയുടെയും പ്രൊമോഷൻസിനൊക്കെ പോകുമ്പോൾ ഒരു എഡിറ്റിംഗ് ടേബിളിൽ എഡിറ്റർ ചെയ്യുന്ന മിക്കവാറും നിങ്ങൾ എഡിറ്റേഴ്സ് ആരും അങ്ങനെ ഇൻ്റർവ്യൂസ് ഒന്നും കൊടുക്കാറില്ല. അപ്പോൾ ഇവർ പറയുന്ന കഥകളും നമ്മൾ കേൾക്കൽ കുറവാണ്. അപ്പോൾ ആ ക്രൂവിലെല്ലാവരും പറയുന്നതാണ് ഈ എഡിറ്റേഴ്സ് ചെയ്യുന്ന പണി എന്ന് പറയുന്നത് ഭയങ്കര പാടാണ്. അതായത് ആ സിനിമയുടെ ഫൈനൽ ഔട്ട്പുട്ടിനെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പണിയാണ് എഡിറ്റേഴ്സ് ചെയ്യുന്നത്. ഏതെങ്കിലും സിനിമ കൈ കിട്ടിയിട്ടേ ഇതിനകത്ത് ഇതെല്ലാം നല്ലതാണല്ലോ, ഇത് എങ്ങനെ ഇത് കട്ട് ചെയ്ത് കുറയ്ക്കും എന്ന് പെട്ടുപോയ സിനിമകളുണ്ടോ? സ്വന്തം സിനിമ അല്ലാണ്ട് സ്വന്തം കുഞ്ഞിനെ വെട്ടിമുറിക്കാൻ അതെ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. ഓരോന്നിനും ഓരോ ടൈപ്പാണല്ലോ, നമ്മൾ ഓരോ ജോണറും ഓരോ പുതിയ ഡയറക്ടേഴ്സുമായിട്ട് നമ്മൾ ചെയ്യുന്നത്. അപ്പം ചില മൂവീസൊക്കെ നമുക്ക് ഭയങ്കര ഇതായിട്ട്, ചിലതൊക്കെ ഒരുപാട് നമ്മൾ 4 hours 5 hours ഒക്കെ ഉള്ള മൂവീസ് നമ്മൾ കട്ട് ഡൗൺ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലങ്ങനെ അങ്ങനെ എടുത്ത് പറയാനല്ലോ, അങ്ങനത്തെ ഒരുപാട് മൂവീസ് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് ഹിറ്റായിട്ടുള്ള ഫിലിംസിനകത്ത്. ഫോർ എക്സാമ്പിൾ ഒരെണ്ണം പറയുകയാണെങ്കിലോ? അങ്ങനെ ഹലോ ആക്ച്വലി എനിക്ക് അങ്ങനെ ഹലോയിൽ ഒരുപാട് പോർഷൻസ് കളഞ്ഞിട്ടുണ്ട്. ഒരു 30-40 എങ്കിലും പെർസെൻറ്റേജ് എങ്കിലും കട്ട് ചെയ്തിട്ടുണ്ട്. ഹലോ എനിക്കൊന്ന് റഫ് കട്ട് ഒരു 330 അങ്ങനെ അങ്ങനെ. അതുപോലെ എല്ലാ മൂവീസിലും ഈ കട്ട് ചെയ്ത് കളയുന്ന സാധനങ്ങൾ നിങ്ങൾ ഇവർ സേവ് ചെയ്ത് വെക്കോ? അന്ന് അതില്ലല്ലോ ആക്ച്വലി. നമ്മൾ യൂട്യൂബ് ഒന്നും അത്ര ഇതല്ല, അതൊക്കെ ഇപ്പോഴാണല്ലോ ഇതെല്ലാം. അതൊക്കെ ഇറക്കിയ വൻ ഹിറ്റ് ആയിരിക്കും അല്ലേ? ഇത് ഈ ബാക്കിയുള്ളവരുടെ സിനിമ കട്ട് ചെയ്യാൻ പിന്നെ നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റും, കാരണം നമ്മളത് കണ്ടിട്ടില്ല, വി ആർ നോട്ട് പാർട്ട് ഓഫ് ഇറ്റ്. അതുകൊണ്ട് നമുക്കത് കുറേ കൂടെ ജഡ്ജ് ചെയ്യാൻ പറ്റും. സ്വന്തം സിനിമയ്ക്ക് എന്ത് ചെയ്യും? ആക്ച്വലി എഡിറ്റഡ് ആയിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത് ആവശ്യത്തിന്. എഡിറ്റർ ഡയറക്ടർ ആകുമ്പോ അങ്ങനെ ഒരു സാധനം ഉണ്ടല്ലോ അല്ലേ? മുഴുവനായിട്ട് കട്ട് ചെയ്ത് കളയണം തോന്നിയ സിനിമ വല്ലതും വന്നു? ശരിക്കും വന്നിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മൾ പറഞ്ഞത് കൂടാണ്ട് എന്തെങ്കിലും പറയാൻ പറ്റുന്ന കാര്യങ്ങളുണ്ടോ? വേറെ ഇത് ആക്ച്വലി ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ഫിലിം. എന്താണ്, നിങ്ങൾക്കതൊരു ഡിസപ്പോയിൻ്റ് ആവില്ല ഈ മൂവി തിയേറ്ററിൽ വന്ന് കണ്ടു കഴിഞ്ഞാൽ. ഇത് വയലൻസ് ഉണ്ട് ഇതിനകത്ത്. അത് സബ്ജക്റ്റ് ഡിമാൻഡ് ചെയ്യുന്ന വയലൻസാണ്. നമ്മളൊരു വയലൻസ് ഉണ്ടാക്കാൻ വേണ്ടി വയലൻസ് ഉണ്ടാക്കിയതല്ല, ഈ സബ്ജക്റ്റ് ഡിമാൻഡ് ചെയ്യുന്ന ടൈപ്പ് ഒരു വയലൻസാണ്. പിന്നെ ഇതിനകത്ത് ഇപ്പോൾ ഷാജാൻ ഉൾപ്പെടെ ഉള്ള ആൾക്കാരുടെ ഒരു പുതിയൊരു ഫേസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ പുതിയ ഒരു ഹീറോ, അയാളുടെ ഒരു ഇത് കാണാൻ പറ്റും. അതുപോലെ നയന, ഒരുപാട് യങ് ടാലൻസിൻ്റെ ഉണ്ട്. എന്നാലൊരു ഇതൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. ഇതിനകത്ത് പല പോർഷൻസും നിങ്ങൾക്ക് തിയേറ്ററിൽ ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പം മാക്സിമം തിയേറ്ററിൽ വന്ന് ഇങ്ങനത്തെ ഫിലിംസിനെ സപ്പോർട്ട് ചെയ്താലേ അപ്കമിങ് ആയിട്ടുള്ള ഡയറക്ടേഴ്സിന് ഇതുപോലത്തെ ഒരു ഇത് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇങ്ങനത്തെ ഒരു തോട്ട ചിന്തിക്കാനും അല്ലെങ്കിൽ പുതിയ ആൾക്കാരെ ട്രൈ ചെയ്യാനും നടത്താൻ പറ്റുള്ളൂ. നമ്മളിപ്പോൾ ഒരു സ്റ്റാർ ഫിലിമിന് പുള്ള് എന്നപോലെ ഓഡിയൻസ് നമുക്ക് ചിലപ്പം തിയേറ്റേഴ്സില്ല. അത് ഞങ്ങളുടെ ഏറ്റവും വലിയ ചലഞ്ചാണ് ഇപ്പോഴത്തെ. അപ്പോൾ അതാണ്. പക്ഷേ ദാറ്റ് ഈസ് ഓക്കെ, കാരണം ഇപ്പം നമ്മൾ സ്റ്റാർസിനെ മാത്രമല്ലോ, വി കൺസിഡർ ആർട്ടിസ്റ്റ് അല്ലേ? നമ്മൾ കുറേയും കൂടെ കഥയും ആർട്ടിസ്റ്റിനെയൊക്കെ നോക്കിയിട്ടൊക്കെ തന്നെ. വയലൻസ് എന്ന് പറയുന്നത് ആക്ച്വലി ഇപ്പോൾ ഉള്ള തമിഴ് തെലുങ്ക് സിനിമകളുടെ ഉള്ളതിൽ എനിക്ക് തോന്നുന്നത് അതിൻ്റെ 50% പോലും വയലൻസിനകത്തില്ല. കഥയിലൂടെ പോകുന്ന കാര്യങ്ങളാണ്. ഒരു പൂർണ്ണമായിട്ടൊരു വയലൻസ് അങ്ങനെ തോന്നില്ല കേട്ടോ. അല്ല, ട്രെയിലറിൽ ചോര ചിന്ത അത് കഥ ഡിമാൻഡ് ചെയ്യുന്ന രീതിയിലാണ്. അല്ല, ഞാൻ ചെയ്യണേ സ്ട്രിക്റ്റ് ചെയ്യുന്ന നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ബട്ട് സ്റ്റിൽ സ്ട്രിക്റ്റ് ചെയ്യുന്ന പറഞ്ഞാലും കുട്ടികളെയും കൊണ്ടാണ് തിയേറ്ററിലെ ആളുകൾ വരിക. വുഡ് യു റെക്കമെൻഡ് ദാറ്റ്? നോ, ഐ ഡോണ്ട്. 18 താഴെയുള്ളവർ വരണ്ട. ഓക്കെ. കാരണം എൻ്റെ മോള്, ഞാൻ പ്രിവ്യൂവിന് പോയി, അവൾ ആക്ച്വലി ഇത് കണ്ടപ്പോൾ തന്നെ ഈ ചില സീക്വൻസ് വന്നപ്പോൾ അവൾക്ക് തന്നെ ഒരു കരച്ചിലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് ഷീ ഈസ് 8. ഒരു 15-ന് മുകളിൽ 18-ന് മുകളിൽ 18+ ആണ്. പക്ഷേ ആക്ച്വലി ഇതാ ഞാൻ പറഞ്ഞ പോലെ ഒരു, കാരണം നമുക്കത് ചിലപ്പം വയലൻസ് അല്ല. ഇപ്പം ഞാൻ ഉദാഹരണം പറഞ്ഞത്, ഇപ്പം ജോണി വാക്കറിനകത്തെ സാമി എന്ന് പറഞ്ഞ ക്യാരക്ടർ, അയാളൊന്നും ആരെയും കുത്തൊന്നുമില്ല, ഒടിക്കുന്നില്ല, പക്ഷെ പുള്ളിയെ കാണുമ്പോൾ നമുക്ക് അന്ന് പേടിയാണ്. അത് ആ ക്യാരക്ടറിൻ്റെ ഇതാണല്ലോ. അപ്പം ചില കാര്യങ്ങൾ കുട്ടികൾക്കത് ഇൻഡയറക്റ്റ് ആയിട്ട് എഫക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ കുട്ടികൾ വരുന്നില്ല, ഞങ്ങൾ കണ്ടിട്ട് ബാക്കി നേരിട്ട് പറയാം. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.